ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേറുകയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും അധികാരത്തിലേറുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും പൊതുസമൂഹത്തെയും നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മന്ത്രിമാർ ഉദ്യോഗസ്ഥരെയും പൊതുസമൂഹത്തിനെയും നിരീക്ഷിച്ച് അവർക്ക് ആവശ്യമുള്ള പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ 6 മാസം കൂടുമ്പോൾ ഇതിനെ വിലയിരുത്തുകയും ചെയ്യുക, ഇതിൻ്റെ ശരിയും തെറ്റിനെ കുറിച്ച്. എന്നാൽ മാത്രമാണ് ഭരണം മികവുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പ്രഖ്യാപനം വന്നു. ആശാവർക്കർക്ക് 3000 രൂപയും പാചകത്തൊഴിലാളികൾക്ക് 1000 രൂപയും അതുപോലെ തന്നെ പ്രീ പ്രൈമറി അധ്യാപകർക്ക് 1000 രൂപയും പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ജൂൺ 15-ാം തീയതി KSRTCയിൽ സൗജന്യ യാത്രയും അനുവദിച്ചു. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പും തയ്യാറാക്കുമെന്ന് പറഞ്ഞു. ഇനി ധനത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയനെയും പാർട്ടി പ്രസിഡൻ്റായിട്ട് ഗോവിന്ദൻ മാഷിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടതുപക്ഷം ഒരു 6 മാസം കഴിയുമ്പോഴത്തേലും പുതിയ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി ലീഡറെയും മാറ്റേണ്ടിയിരിക്കുന്നു. യുവത്വത്തിന് അവസരം നൽകുക, മറ്റ് മുതിർന്ന നേതാക്കന്മാർക്ക് ഉപദേശക സമിതിയിലേക്ക് അവരെ മാറ്റുക. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു.